ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേൻ്റെ സീസൺ 1 തീർന്നിരിക്കുകയാണ്. നിങ്ങൾ കുറച്ചെങ്കിലും ആനിമെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ ആനിമയുടെ പേര് കിട്ടുകയാണ് ഡാൻഡഡാൻ. ഡാൻഡഡാൻ ഒരു 12 എപ്പിസോഡുള്ള ഷോനൻ സൂപ്പർ നാച്ചുറൽ ജോണറിൽ വരുന്നൊരു ഡാർക്ക് ആനിമയാണ്. ഈ ആനിമയുടെ ബേസിക് സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ ലീഡ്സ് ഒക്കറിനും മോമോനും പവേഴ്സ് കിട്ടും. ഒക്കറിന് കിട്ടുന്ന ഗോസ്റ്റിൻ്റെ പവേഴ്സും മോമോന് കിട്ടുന്ന ഏലിയൻസിൻ്റെ പവേഴ്സും. ഈ ആനിമയിൽ പിന്നെ ഏലിയൻ വേഴ്സസ് ഗോസ്റ്റ് ഒക്കറുണ്ട്, സാധനങ്ങൾ മോഷണം പോകുന്ന അങ്ങനെയുള്ള കുറേ വിയേർഡ് സാധനങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ അധികം സ്പോയിലേഴ്സ് ഒന്നും തരുന്നില്ല, നിങ്ങൾ ആനിമ തന്നെ ചെക്കൗട്ട് ചെയ്യുക, ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ ആനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ 16+ ഏജ് റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഇതിനകത്ത് ഒരുപാട് ഡിസ്റ്റർബിങ് സീൻസും അല്ലാത്തയും കുറച്ച് സീൻസ് കാണും. സോ അതൊക്കെ നോക്കി കണ്ട് കാണുക. ടി വിയിൽ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ വാണിംഗ്, ടി വിയിൽ നിങ്ങൾ ആൾക്കാർ അടുത്തിരിക്കുമ്പോൾ കാണാൻ ഐ വുഡ് നോട്ട് പ്രിഫർ. ഈ ആനിമയുടെ സ്റ്റോറി, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, മ്യൂസിക് ഇതെല്ലാം പൊളിയായിരുന്നു. ബട്ട് ഇതിനകത്ത് എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തതിൻ്റെ ആനിമേഷനാണ്. ഒരു യുണീക്ക് ടേക്കാണ് ഈ ആനിമേഷനിൽ ഇവർ കൊടുത്തേക്കുന്നത്. ഈ ആനിമയുടെ ആനിമേഷൻ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് ഈ ടേക്ക് ഈ ആനിമേഷന് കൊടുത്തുകൊണ്ട് ഒരു ഫ്രഷ് ഫീൽ കിട്ടും ഈ ആനിമയെ കാണുമ്പോഴത്തേക്കും. ഡാൻഡഡാൻ്റെ മാങ്ക ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്കിതിൻ്റെ സ്റ്റോറി ഓൾറെഡി അറിയാമായിരുന്നു. ബട്ട് എന്നിട്ട് ഞാൻ ഈ ആനിമയെ കണ്ടപ്പോൾ എനിക്കൊരു തുള്ളി പോലും ബോറടിച്ചില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇൻട്രസ്റ്റഡ് ആയിട്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇതിൻ്റെ ആർട്ട് സ്റ്റൈൽ, ആനിമേഷൻ, ഡയറക്ഷൻ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേയിലാണ് ഇവർ എടുത്തു വെച്ചേക്കുന്നത്. ഡാൻഡഡാൻ്റെ മാങ്ക അത്യാവശ്യം നല്ലതായിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡാൻഡഡാൻ്റെ മാങ്ക ഞാൻ വായിക്കണ ഈ ആനിമ 12 എപ്പിസോഡ് തീർത്തതിന് ശേഷം ഐ വുഡ് സേ നോ. ഇത്രയും നല്ലൊരു അഡാപ്റ്റേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ ആനിമ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. അതും എൻ്റെ ആനിമ ഓൾമോസ്റ്റ് 100 times ബെറ്ററാണ് എൻ്റെ മാങ്കേനെയും കാട്ടി. ഇനി എൻ്റെ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പിസോഡ് 6ലോ 7ലോ വെച്ച് ഐറ എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ഗോസ്റ്റിൻ്റെ കൂടെ. അത് അത്യാവശ്യം നല്ലതായിരുന്നു. ആൻഡ് അതിനുശേഷം പിന്നെ ഈ ആനിമ അത്യാവശ്യം റിപ്പറ്റേറ്റീവ് ആകാൻ തുടങ്ങി. എല്ലാ എപ്പിസോഡിലും ഒരു പുതിയ മോൺസ്റ്ററോ അല്ലെങ്കിൽ ഗോസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരും, എന്നിട്ട് അതിനെ തോപ്പിക്കുന്ന വല്ലതായിരിക്കും എൻ്റെ കഥ. ബട്ട് ഇത് എത്രയും റിപ്പറ്റേറ്റീവ് ആയെങ്കിലും നമുക്കത്ര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. കാരണം എൻ്റെ മെയിൻ പർപ്പസ് ഇതിനകത്ത് ഇവർ കാണിക്കുന്നത് ഒക്കറിൻ്റെയും മോമോൻ്റെയും കെമിസ്ട്രിയാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുമാണ്. ബേസിക്കലി നിങ്ങൾക്ക് ആനിമയിലെ ആക്ഷൻ കാണുന്നത്, റൊമാൻസ് കാണുന്നത്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കാണുന്നത്, ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ദിസ് ഈസ് ദി പെർഫെക്റ്റ് ആനിമെ ഫോർ യു. ഈ ആനിമ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ പണ്ട് കൊണ്ടൊരു ആനിമെ മോബ് സൈക്കോ 100 ഓർമ്മ എനിക്ക് വന്നു. ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ഓഫ് ആനിമേഷൻ സ്റ്റൈലാണ് ഇതിനുള്ളത്. ആൻഡ് ആ ആനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, ഒരു പൊളി സ്റ്റോറിയാണ് അതിനുള്ളത്. മോബ് സൈക്കോ 100 ഇതേപോലൊരു സൂപ്പർ നാച്ചുറൽ ആനിമയാണ്. ആൻഡ് അതിനകത്തും സ്പിരിറ്റ്സും ഉണ്ട്, എക്സോസിസം ചെയ്യുന്നതും ഉണ്ട്. ഡാൻഡഡാൻ ആനിമെ കാണാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മ്യൂസിയേഷ്യ എന്ന് പറയുന്ന ചാനലിൽ ഇംഗ്ലീഷ് സബ്ടൈൽസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ടൈൽസ് വെച്ച് കാണുന്നതിന് കുഴപ്പമില്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇത് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. നിങ്ങൾ ഡാൻഡഡാൻ ആനിമെ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ആൻഡ് കമൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആസ് ഓൾവേസ് കീപ് ബീയിങ് ഓസം. ബൈ.